അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നസീമ. ഞങ്ങൾ 8th വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഈ കഴിഞ്ഞ സെപ്റ്റംബർ 24 ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു. ഇൻഷാ അല്ലാ ആദ്യമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആനിവേഴ്സറി ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് റൂമൊന്ന് ചെറുതായിട്ട് ഡെക്കറേഷൻ ചെയ്തു. ഈ ഡെക്കറേഷൻ ഉണ്ടായത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് കുക്ക് ചെയ്യണം എന്നൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കട്ട് ചെയ്ത സമയത്ത് എനിക്ക് ജസ്റ്റ് ഇങ്ങനെ തോന്നിക്ക വരുമ്പോഴേക്ക് എന്തെങ്കിലും സർപ്രൈസായിട്ട് വെച്ചാൽ ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജസ്റ്റ് റൂമൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. ഡെക്കറേഷനും കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല. കയ്യിലുണ്ടായിരുന്ന ഒരു റെഡ് കളർ നമ്മളെ A4 ഷീറ്റ് പോലത്തെ ഒരു പേപ്പർ ഉണ്ടായിരുന്നു. മോൻക്ക് വർക്കിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവനക്ക് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അതിനകത്ത് റെഡ് കളർ കണ്ടപ്പോൾ ഞാനൊരു ഹാർട്ട് ഷേപ്പിൽ നമ്മളെ പുതപ്പ് വിരിക്കുന്ന പുതപ്പുണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ട് ചുറ്റിലും ഇങ്ങനെ 6 പേപ്പർ അങ്ങനെ ഇട്ട് റൂമിൽ ഊതൊക്കെ കത്തിച്ച് വെച്ച് അങ്ങനെ ജസ്റ്റ് ഒരു ചെറിയ ഡെക്കറേഷൻ അത്രമാത്രം. അപ്പോൾ അങ്ങനെ അത് അങ്ങനെ ചെയ്ത് സെറ്റാക്കി വെച്ചതിന് ശേഷം കുക്കിങ്ങിന് വേണ്ടിയിട്ട് കിച്ചണിലോട്ട് വന്നേ. കുക്കിങ് ചെയ്യണത് ചിക്കൻ ബിരിയാണിയാണ്. ചിക്കന് നമ്മൾ പൊരിച്ചിട്ടാണ് ബിരിയാണി വെച്ച്. അപ്പോൾ ബിരിയാണി ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ വെക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ആനിവേഴ്സറീൻ്റെ ഒരു 3-4 ദിവസം മുമ്പ് എന്നോട് ഇങ്ങനെ ചോദിച്ചായിരുന്നു, നമ്മളിങ്ങനെ കുക്ക് ചെയ്തിട്ട് ബിരിയാണിയോ അല്ലെങ്കിൽ പായസമോ എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മളെ നെയ്ബേഴ്സിനും കൂടെ ഷെയർ ഇല്ലേന്ന് ചോദിച്ചായിരുന്നു. നമ്മളിവിടെ അല്ലാതെ 2ലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെ 00 ബിൽഡിങ്ങിനകത്താണ്. ഇവിടെ ബിൽഡിങ്ങിൽ നമ്മൾ 6th ഫ്ലോറിലാണുള്ളത്. അങ്ങനെ നമ്മൾ 6 ഫാമിലി ഉണ്ട് ഇവിടെ ഇതിനകത്ത്, ഈ ഒരു ഫ്ലോറിനകത്ത്. അങ്ങനെ നമ്മളെ മറ്റ് 5 ഫാമിലി ഉണ്ടല്ലോ, അപ്പോൾ അവർക്കും കൂടെ ഫുഡ് ഷെയർ ചെയ്യില്ലേ, ഒരു വെറൈറ്റി ആക്കിക്കൂടെ എന്നൊക്കെ ചോദിച്ചായിരുന്നു അന്നിങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇത്രയും ആൾക്കാർക്ക് ഫുഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ 2 മക്കളാണ് എനിക്ക്. അപ്പോൾ മൂത്ത ആൾക്ക് 5 വയസ്സും ചെറിയ ആൾക്ക് 3 വയസ്സാണ്. അവരെ 2പേരെയും കൊണ്ടിട്ട് എങ്ങനെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ല, നോക്കാമെന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ വരുന്നതിന് മുമ്പായിട്ടാണ് ഫുഡ് സെറ്റാക്കി വെക്കുക. മക്കൾക്ക് ഞാൻ ഇവിടെ പ്രൊജക്ടർ ഉണ്ട്, അതിനകത്ത് അങ്ങനെ സ്ക്രീനിൽ വീഡിയോ ഇട്ട് കൊടുത്തിട്ട് അവരെ അതിനകത്ത് ഇരുത്തി എന്തായാലും ഫുഡ് സെറ്റാക്കാൻ തന്നെ വിചാരിച്ച്. എന്തായാലും മാഷാ അല്ലാഹ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ അവർ നല്ല ഇതിൽ നിന്നു. എനിക്കും ഫുഡ് ഉണ്ടാക്കാനൊക്കെ പറ്റി. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ സെറ്റാക്കി ബിരിയാണി മാഷാ അല്ലാഹ് നല്ല. ഞാൻ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ് ലാസ്റ്റ്. വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ പിടിച്ചുകൊണ്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, വോയിസും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മക്കൾ സ്ക്രീൻ ഇട്ടുകൊണ്ട് തന്നെ വോയിസ് സൈഡിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് വരുന്നതുകൊണ്ട് ഇങ്ങനെ വീഡിയോക്ക് വേണ്ടി ഇഷ്യൂ ഉണ്ടാവും വിചാരിച്ചിട്ട് പിന്നെ അപ്പോൾ വോയിസൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബിരിയാണി ഓൾമോസ്റ്റ് റെഡിയായി. മല്ലിയിലയും പിന്നെ കാഷ്നട്ടും ഫ്രൈ ചെയ്ത ഓനിയനും എല്ലാം ഇട്ട് ഒരു 30 മിനിറ്റ് എങ്ങാനോ പിന്നെ ജസ്റ്റ് ഒന്ന് ദം ചെയ്തിട്ട് വെച്ച് അങ്ങനെ ബിരിയാണി സെറ്റായി. പിന്നെ ബിരിയാണി സെറ്റാക്കി ഒരു കഴിഞ്ഞപ്പോഴേക്കും ഒരു 4:30 ഒക്കെ ഏകദേശം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എത്തിയപ്പോൾ ഒരു 5:30 ഏകദേശം പിന്നെ റൂമിലോട്ട് എത്തിയപ്പോൾ. അപ്പോൾ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ മക്കളോടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. അങ്ങനെ ഉപ്പച്ചിന് വെഡ്ഡിങ് ആനിവേഴ്സറി അല്ലേ, അപ്പോൾ നമുക്ക് ഉപ്പച്ചിക്ക് സർപ്രൈസ് ആയിട്ടാണ് ഉമ്മച്ചി റൂം ഒരുക്കിയിട്ടുള്ളത്. ഉപ്പച്ചി വരുമ്പോൾ ഞങ്ങൾ 2 പേരും ഉപ്പച്ചിനെ കൂട്ടിയിട്ട് റൂമിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഉമ്മച്ചി വീഡിയോ എടുക്കും, സെറ്റ് ചെയ്ത് നിൽക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സെറ്റാക്കി നിർത്തിയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്ന് ചെറിയ മോനാണ് കൊണ്ടുപോകുന്നത് റൂമിലോട്ട്. അപ്പം ചോദിക്കുന്നുണ്ട് ഉമ്മച്ചിൻ്റെ പണിയാണോ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ആൾ പറയുന്നുണ്ട് അല്ല ഞാനാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ ആൾ ഉപ്പച്ചിക്ക് ഗിഫ്റ്റ് കൊടുത്ത് അവന് ഹാപ്പി ആനിവേഴ്സറി ഉപ്പച്ചി ഉമ്മച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് അതിനകത്ത്. മോന് രാവിലെ തുടങ്ങിയിട്ടുണ്ട് ആനിവേഴ്സറി അല്ലേ, ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും ഗിഫ്റ്റ് വാങ്ങിച്ചു തരാൻ എൻ്റെ കയ്യിൽ ക്യാഷൊന്നുമില്ല, എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടെങ്കിലും ഞാൻ തരും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഉണ്ടാക്കി തരാം, ഈ എഴുതിക്കോ എന്നാന്ന് പറഞ്ഞു. അവന് KG 2ലാണ് പഠിക്കണേ. അപ്പോൾ ചെറിയ ആളല്ലേ, അവനെ കൊണ്ട് കഴിയണ പോലെ അവന് എഴുതിയിട്ടൊക്കെ ഉണ്ട്. ഞാനൊരു പേപ്പറിനകത്ത് എഴുതി കൊടുത്ത് അവനത് നോക്കിയിട്ട് എഴുതി. പിന്നെ ഓഫീസിൽ നിന്ന് വന്ന സമയത്ത് ഒരു വാച്ചൊക്കെ കൊണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അത് ഇങ്ങനെ
സെറ്റ് ചെയ്ത് തരാണ്. ഇക്ക അതിൻ്റെ ചെയിനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് തരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു നെയ്ബേഴ്സിന് ഫുഡ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഇക്കൊക്കെ ഭയങ്കര സന്തോഷമായി. കാരണം എങ്ങനെ ഉണ്ടാക്കിയേ മക്കളെ കൊണ്ടിട്ട് എങ്ങനെ ഉണ്ടാക്കിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇക്കയോട് പറഞ്ഞു നിങ്ങൾ മിക്സ് ചെയ്യും, ഞാൻ വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇക്കനെ കൊണ്ട് തന്നെ അത് മിക്സ് ചെയ്യിപ്പിച്ച്. അഞ്ച് ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞില്ല, അവർ 5 ഫാമിലിക്കുള്ള ഫുഡ് അങ്ങനെ പാക്ക് ചെയ്ത്. ഇപ്പോൾ പാക്ക് ചെയ്യുന്ന സമയത്ത് മക്കളും ചുറ്റിനിരുന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇതെന്തിനാ പാക്ക് ചെയ്യണേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിങ്ങനെ എല്ലാവർക്കും ഫുഡ് കൊടുക്കാനാണ്, നമ്മളെ നെയ്ബേഴ്സിന് കൂടെ ഉള്ളവർക്ക് ഫുഡ് കൊടുക്കാനാണെന്നൊക്കെ മക്കളോട് പറഞ്ഞു. പാക്കിങ് ചെയ്യാൻ നമ്മളെക്കാളും ആവേശം മക്കൾക്കായിരുന്നു. അവർ ഞാനും പാക്ക് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആൾ ഫുഡ് വലിച്ചിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട് തിരിച്ചിട്ടാണോ മറിച്ചിട്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ പറയുന്നുണ്ട് സിൽവർ കളറ് ഭാഗം ഫുഡിനോട് ചേർന്ന് അങ്ങനെ പാക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവന്. അങ്ങനെ പാക്കിങ് നമ്മൾ 5 ഫാമിലിക്കുള്ള അവർക്കുള്ള ഫുഡ് അങ്ങനെ 5 പൊതിയാക്കിയിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് മക്കളെ കയ്യിലാണ് കൊടുത്തു വിട്ട്. 2 പേരും കൂടെ കൊണ്ടുകൊടുക്കാൻ പോകുന്നുണ്ട്. നമ്മൾ ഡോറിൻ്റെ അവിടെ നിന്നായിരുന്നു, ജസ്റ്റ് അപ്പുറത്തൊക്കെ അല്ലേ റൂം വരുന്നത്. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചെറിയ ആൾക്ക് ഹൈറ്റ് എത്തൂലല്ലോ ബെല്ലടിക്കാൻ, അപ്പോൾ കൂടെ പോയിട്ട് ബെല്ലടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ മോന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ, സാധു എന്ന പേര്. അവന് അങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റേ ചെറിയ ആളെ അടുത്തുനിന്ന് അവർ ഫുഡ് വാങ്ങിച്ചു. മലയാളീസ് അല്ല, ഒരു ഫാമിലി പാകിസ്ഥാനി, പിന്നെ ഒരു ഫാമിലി അവരെ ഹസ്ബൻഡ് ഊട്ടി എന്ന് പറഞ്ഞ് അവർ വേറെയാണ്. അങ്ങനെ അവർ ഫുഡ് കൊടുത്തിട്ട് ഫ്രണ്ടിലുള്ള റൂമിൽ അവർ കോഴിക്കോട് ഫാമിലിയാണ്. പിന്നെ നമ്മളെ ഓപ്പോസിറ്റ്സ് മറ്റേ സൈഡിൽ വേറെ ഒരു കോഴിക്കോട് ഫാമിലി ഉണ്ട്, പിന്നെ ഒരു സൈഡ് പാകിസ്ഥാനികളുമാണ്. അങ്ങനെ അവർ റൂമിൽ പോയിട്ടും മക്കൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു മൂലയിലുള്ള ഫാമിലിയിട്ട് വലിയ പരിചയമില്ല കേട്ടോ. അപ്പോൾ അത് കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെ മറ്റേ ആൾ തിരിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അവർക്കും കൊടുക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 പേരും കൊടുത്ത് വന്നു. മാഷാ അല്ലാഹ്, എന്തായാലും വെഡ്ഡിംഗ് ആനിവേഴ്സറി അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.